എന്താണ് കങ്കൻ വാട്ടർ എന്ന് ലാസ്റ്റ് വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ സ്വന്തം കിണറ്റിലെ വെള്ളമോ ടാപ്പ് വാട്ടറോ ഒക്കെയാണ് ഇത്രയും നാൾ നമ്മൾ കുടിച്ചത്. പിന്നെ എന്തിനാണ് കങ്കൻ വാട്ടറിലേക്ക് മാറേണ്ടത്? ഈ ചോദ്യം പലരും സ്വാഭാവികമായി ചിന്തിക്കുന്ന ഒന്നാണ്. നമ്മുടെ എല്ലാവരുടെയും ഭക്ഷണശൈലി തന്നെ വിവിധ തരത്തിലുള്ളതാണ്. ഭക്ഷണശൈലി ഓർഗാനിക് രീതിയിലുള്ളതാണെങ്കിൽ അത് ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യും. അതല്ല, കൂടുതലായി ജങ്ക് ഫുഡോ ഫാസ്റ്റ് ഫുഡോ വറുത്തതോ പൊരിച്ചതോ ആയ ഫുഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ശരീരത്തിന് ദോഷം ചെയ്യുമെന്നും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന പാനീയങ്ങളുടെ അവസ്ഥയും. ശരീരത്തിന്റെ 95% പ്രവർത്തനങ്ങൾ നടക്കുന്നതും നമ്മൾ കുടിക്കുന്ന പാനീയങ്ങളുടെ സഹായത്തോടെയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പാനീയങ്ങൾ സോഫ്റ്റ് ഡ്രിങ്ക് പോലെയുള്ള മധുരപാനീയങ്ങളോ സോഡയോ മദ്യമോ ആണെങ്കിൽ അത് ശരീരത്തിൽ വളരെയധികം ദോഷം ചെയ്യും. അതല്ല, നമ്മൾ വീടുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന ഗ്രൗണ്ട് വാട്ടറിന് പഴയ കാലത്തെ വെള്ളത്തിന്റെ ക്വാളിറ്റി ഇല്ലാത്തതിന് ഇത് ശരീരത്തിൽ ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് ചെയ്യുന്നത്. വീട്ടിൽ കിട്ടുന്ന ഇതേ വെള്ളം നമ്മുടെ കങ്കൻ വാട്ടർ അയണൈസറിലൂടെ കടത്തിവിടുമ്പോൾ വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള ശരീരത്തിന് ആവശ്യമുള്ള മിനറൽസുകളെ നിലനിർത്തിക്കൊണ്ട് കെമിക്കൽസുകളെ ഇത് സെപ്പറേറ്റ് ചെയ്യുന്നു. തന്മൂലം നമ്മുടെ ഈ വെള്ളം പഴയ കാലത്ത് ലഭിച്ചിരുന്ന വെള്ളത്തിന്റെ ക്വാളിറ്റിക്ക് സമാനതയുള്ള വെള്ളമായി മാറുന്നു. അതുകൊണ്ടാണ് കങ്കൻ വാട്ടർ കുടിക്കുമ്പോൾ ഓർഗാനിക് ഫുഡ് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത്. വെള്ളത്തിന്റെ ക്വാളിറ്റിയെ കുറിച്ച് അറിയാൻ വേണ്ടി നമ്മൾ പലരും വെള്ളം പല ലാബുകളിലും കൊടുത്ത് ടെസ്റ്റ് ചെയ്യിക്കാറുണ്ട്. ഇങ്ങനെ ലഭിക്കുന്ന റിപ്പോർട്ടിൽ വെള്ളത്തിലുള്ള കണ്ടന്റുകൾ എത്രമാത്രം കൂടുതലുണ്ട് അല്ലെ എത്രമാത്രം കുറവുണ്ട് എന്ന് മനസ്സിലാക്കാൻ മാത്രമേ സഹായിക്കുന്നുള്ളൂ. പ്രകൃതിദത്തമായ വെള്ളത്തിന് മാത്രമേ മനുഷ്യ ശരീരത്തിൽ വേണ്ട ഗുണങ്ങൾ ചെയ്യാൻ സാധിക്കൂ. എന്നാൽ പ്രകൃതിദത്തമായ ഗുണങ്ങളുള്ള ഈ വെള്ളം ലോകത്തിന്റെ ചില സ്ഥലങ്ങളിൽ നിന്ന് മാത്രമാണ് നമുക്കിന്ന് ലഭിക്കുന്നത്. ഇതിന് ഉദാഹരണങ്ങളാണ് ലൂർദ് വാട്ടർ, സംസം വാട്ടർ, ഹുൻസാവാലി വാട്ടർ. ഇതൊക്കെ ഈ മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കങ്കൻ വാട്ടർ. ഈ മെഷീന്റെ പ്രത്യേകത വെള്ളത്തിലെ നാച്ചുറൽ ഗുണങ്ങളെ നിലനിർത്തിക്കൊണ്ട് വെള്ളത്തിൽ ആവശ്യമില്ലാത്ത കണ്ടന്റുകളെ ഇത് വേർതിരിക്കും. ചുരുക്കി പറഞ്ഞാൽ വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള മിനറൽസുകളെയും കെമിക്കൽസുകളെയും ഇത് രണ്ടായിട്ട് വേർതിരിക്കും. നമുക്ക് കിട്ടുന്ന സാധാരണ വെള്ളം പ്രകൃതിദത്തമായ ഗുണങ്ങളുള്ള വെള്ളമാക്കാൻ കഴിവുള്ള ഒരു ഡിവൈസാണ് കങ്കൻ വാട്ടർ അയണൈസർ. ഇങ്ങനെ വേർതിരിക്കുന്ന വെള്ളത്തിന് കുറച്ച് സവിശേഷതകളുണ്ട്. ഈ പ്രകൃതിദത്തമായ ഗുണങ്ങളാണ് കങ്കൻ വാട്ടറിനെ മറ്റുള്ള വെള്ളത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഈ സവിശേഷതകളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ ഇന്ന് സാധാരണയായി കുടിക്കുന്ന കിണർ വെള്ളത്തിനോ കോർപ്പറേഷൻ വെള്ളത്തിനോ ബോർവെൽ വാട്ടറിനോ പ്യൂരിഫൈഡ് വാട്ടറിനോ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അതല്ല, കങ്കൻ വാട്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളാണ് ചെയ്യുന്നതെന്ന് പ്രാക്ടിക്കലായി അറിഞ്ഞിരിക്കണം. കങ്കൻ വാട്ടർ ഒരു ലൈവ് ഹൈഡ്രജൻ വാട്ടറാണ്. കങ്കൻ വാട്ടറിലെ ഹൈഡ്രജൻ 30 മുതൽ 50 സെക്കൻഡ് വരെ നമുക്ക് ലൈവായി കാണാൻ സാധിക്കും. നമ്മളിന്ന് ഉപയോഗിക്കുന്ന വേറെ ഒരു വെള്ളത്തിനും ഈ ലൈവ് ഹൈഡ്രജൻ കാണാൻ സാധിക്കില്ല. വെള്ളത്തിന്റെ ആന്റി ഓക്സിഡന്റ് ചാർജാണ് മറ്റൊരു പ്രത്യേകത. വെള്ളത്തിന്റെ ലൈഫ് അല്ലെ ആന്റി ഓക്സിഡന്റ് ചാർജ് മില്ലിവോൾട്ടിൽ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ORP മീറ്റർ. ഇതിന്റെ മോണിറ്റർ പ്ലസിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെള്ളം എത്രത്തോളം ദ്രവിച്ചു അല്ലെ എത്രത്തോളം ഓക്സിഡൈസ് ആയി. മൈനസിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ വെള്ളത്തിന് എത്രത്തോളം ലൈഫ് ഉണ്ട് അഥവാ എത്രത്തോളം ആന്റി ഓക്സിഡന്റ് ചാർജ് ഉണ്ട് എന്നതാണ്. മനുഷ്യ ശരീരം പ്രോപ്പറായി ഫംഗ്ഷൻ ചെയ്യാൻ സെല്ലുകൾക്ക് ഏകദേശം -25 മില്ലിവോൾട്ട് ചാർജ് എങ്കിലും വേണം. സെല്ലുകളുടെ ഈ ചാർജ് കുറയുമ്പോഴാണ് സെല്ലുകൾ ഡാമേജ് ആകുന്നതും ഓക്സിഡേഷൻ സംബന്ധമായ പ്രോബ്ലംസ് ശരീരത്തിൽ ഉടലെടുക്കുന്നതും. നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഏത് വെള്ളത്തിനാണ് ആന്റി ഓക്സിഡന്റ് ചാർജ് അഥവാ ലൈഫ് കൂടുതലുള്ളതെന്ന് നമുക്ക് ഈ ORP മീറ്റർ വെച്ച് അളന്നു നോക്കാം. ആദ്യമായി നമുക്ക് കിണർ വെള്ളത്തിന്റെ ആന്റി ഓക്സിഡന്റ് ചാർജ് ഒന്ന് അളക്കാം. ഇതിപ്പോൾ പ്ലസിലാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 800 മടങ്ങോളം ഈ വെള്ളം ദ്രവിച്ച കണ്ടീഷനിലുള്ളതാണ് അല്ലെ ഓക്സിഡൈസ് ആണ്. അടുത്തത് നമുക്ക് കോർപ്പറേഷൻ വാട്ടറിന്റെ ORP ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് 900 മില്ലിവോൾട്ട് പ്ലസിലാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതും 900 മടങ്ങ് ദ്രവിച്ച കണ്ടീഷനിലുള്ളതാണ്. ബോർവെൽ വാട്ടറും ഏകദേശം 800 മടങ്ങോളം ദ്രവിച്ച കണ്ടീഷനിലുള്ളതാണ്. അടുത്തത് നമ്മൾ എല്ലാവരും വളരെ നല്ലത് എന്ന് വിശ്വസിച്ച് ഉപയോഗിക്കുന്ന പ്യൂരിഫൈഡ് വാട്ടറിന്റെ ഓക്സിഡേഷൻ ചാർജ് ഒന്ന് നോക്കാം. ഇതും ഏകദേശം 800 മടങ്ങോളം ദ്രവിച്ച കണ്ടീഷനിലുള്ളതാണ്. ഇതുപോലുള്ള സാധാരണ വെള്ളം നമ്മുടെ കങ്കൻ വാട്ടർ അയണൈസറിലൂടെ കടത്തിവിടുമ്പോൾ ലഭിക്കുന്ന കങ്കൻ വാട്ടറിന്റെ ഓക്സിഡേഷൻ ചാർജ് ഒന്ന് അളന്നു നോക്കാം. ഇത് ഓക്സിഡൈസ് അല്ല, മറിച്ച് ആന്റി ഓക്സിഡന്റ് ചാർജാണ് ലഭിക്കുന്നത്. അതും -900 മില്ലിവോൾട്ട്. കങ്കൻ വാട്ടറിന് ഏകദേശം -600 മില്ലിവോൾട്ട് മുതൽ -1600 മില്ലിവോൾട്ട് വരെ ആന്റി ഓക്സിഡന്റ് ചാർജ് നമുക്ക് ലഭിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഓരോ ഗ്ലാസ് കങ്കൻ വാട്ടർ കുടിക്കുമ്പോഴും 16 ഗ്ലാസ് ഗ്രീൻ ടീയോ 2.5 കിലോ ഫ്രഷ് ആപ്പിളോ 1.5 കിലോ ബ്ലൂബെറിയോ കഴിക്കുമ്പോൾ കിട്ടുന്ന ആന്റി ഓക്സിഡന്റിന് സമാനമായ ആന്റി ഓക്സിഡന്റ് ചാർജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. വെള്ളത്തിന്റെ pH വാല്യൂ ആണ് മറ്റൊരു പ്രത്യേകത. pH വാല്യൂ അളക്കുന്നതിനുള്ള മെഷർമെന്റ് സ്കെയിൽ 1 മുതൽ 14 വരെയാണ്. pH 1 എന്നത് ഹൈ അസിഡിക്കും pH 7 ന്യൂട്രൽ, pH 14 ഹൈ അൽക്കലൈനുമാണ്. മനുഷ്യ ശരീരത്തിന്റെ ഓരോരോ അവയവങ്ങൾക്കും അതിൻ്റെതായ pH വാല്യൂ ഉണ്ട്. ഇതിനെല്ലാം ബാലൻസ് ചെയ്യുന്ന ബ്ലഡിന്റെ pH വാല്യൂ 7.365 ആണ്.
ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള pH വാല്യൂ ഒരു സ്ലൈറ്റ് അൽക്കലൈൻ നേച്ചറിലുള്ളതാണ്. ശരീരത്തിൻ്റെ pH വാല്യൂ ഇതേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ മിനിമം 7.4 pHന് മുകളിലുള്ള ഭക്ഷണവും വെള്ളവും നമ്മൾ ഉപയോഗിക്കും. നിർഭാഗ്യവശാൽ നമ്മളിന്ന് ഉപയോഗിക്കുന്ന 95% ഭക്ഷണവും പാനീയങ്ങളും അസിഡിക് നേച്ചറിലുള്ളതാണ്. ഇത് ശരീരത്തിൻ്റെ pH വാല്യൂവിനെ ബാധിക്കുന്നു. ഇതുമൂലം ശരീരം അസിഡോസിസ് കണ്ടീഷനിലേക്ക് പോകും. ഇത് സ്കിന്നിലെ ചുളിവുകൾ മുതൽ ക്യാൻസർ വരെയുള്ള പല രോഗങ്ങൾക്കും വഴിയൊരുക്കുന്നു. ഇതിനുള്ള ശാശ്വത പരിഹാരം ശരീരത്തിലേക്ക് ആവശ്യമുള്ള തോതിൽ അൽക്കലൈൻ ഭക്ഷണത്തിലൂടെയോ വെള്ളത്തിലൂടെയോ എത്തിക്കുക എന്നതാണ്. കങ്കൻ വാട്ടർ അയണൈസർ 7 pH വാല്യൂള്ള വെള്ളമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 8.5, 9, 9.5 pH വാല്യൂള്ള വെള്ളം ഹെൽത്ത് ബെനിഫിറ്റിന് വേണ്ടി ഡ്രിങ്കിങ്ങിനായി ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങളിൽ അധികവും അസിഡിക് നേച്ചറിലുള്ളതാണ്. ഇതിനോടൊപ്പം ഉപയോഗിക്കുന്ന വെള്ളം അൽക്കലൈൻ ആണോ അസിഡിക് നേച്ചർ ഉള്ളതാണോ എന്ന് നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. അതറിയാനുള്ള ഒരു എളുപ്പ വഴിയാണ് pH ലിക്വിഡ് അഥവാ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ സൊല്യൂഷൻ. ഇതിൻ്റെ കളർ കോഡ് അനുസരിച്ച് നമുക്ക് വെള്ളത്തിൻ്റെ pH വാല്യൂ അറിയാൻ സാധിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വെള്ളത്തിൻ്റെയും pH വാല്യൂ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൽ ഏത് വെള്ളമാണ് കിഡ്നിയുടെ ലോഡ് കൂട്ടാതെ ബ്ലഡിൻ്റെ pH വാല്യൂവിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതെന്ന്. ബ്ലഡിൻ്റെ pH വാല്യൂവിനേക്കാൾ ഒരു pH വാല്യൂ കുറഞ്ഞ വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ കിഡ്നിക്ക് 10 മടങ്ങ് എക്സ്ട്രാ ഫങ്ഷൻ ചെയ്യേണ്ടി വരും അതിൻ്റെ pH വാല്യൂവിനെ നമ്മുടെ ബ്ലഡിൻ്റെ pH വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. 2 pH കുറഞ്ഞാൽ 100 മടങ്ങും, 3 pH കുറഞ്ഞാൽ 1000 മടങ്ങ്, 4 pH കുറഞ്ഞാൽ 10,000 മടങ്ങും എക്സ്ട്രാ ഫങ്ഷൻ ചെയ്യേണ്ടി വരുന്നു. നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഓരോ വെള്ളത്തിൻ്റെയും pH വാല്യൂ ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ സോഫ്റ്റ്നെസ് അഥവാ കാഠിന്യക്കുറവ് എന്നതാണ്. നമ്മൾ ഇന്ന് കുടിക്കുന്ന വെള്ളത്തിന് കാഠിന്യം കൂടുതലായതിന് അത് ശരീരത്തിലേക്ക് വേണ്ട രീതിയിൽ അബ്സർവ് ആകുന്നില്ല. കങ്കൻ വാട്ടറിൽ കെമിക്കൽ ബോണ്ട് ഇല്ലാത്തതിനാൽ ഇത് വളരെ സോഫ്റ്റ് ആയിരിക്കും, ശരീരത്തിലേക്ക് വളരെ വേഗത്തിൽ അബ്സർവ് ആകും. ഇത് എങ്ങനെയാണെന്നുള്ളത് പ്രാക്ടിക്കലായി കാണിച്ചു തരാം. ഇതിനായി ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടിയുമാണ്. നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു നോക്കാം. കൂട്ടത്തിൽ നമ്മുടെ കങ്കൻ വാട്ടറും ഇതിലേക്ക് ഒഴിക്കാം. സാധാരണ വെള്ളത്തിൻ്റെ ക്ലസ്റ്റർ വളരെ വലുതായതിനാൽ അത് ജീരകത്തിലേക്കോ മഞ്ഞൾപ്പൊടിയിലേക്കോ വേഗത്തിൽ കടന്നു ചെല്ലാൻ സാധിക്കില്ല. എന്നാൽ കങ്കൻ വാട്ടർ വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് ജീരകത്തിൻ്റെ സെല്ലിലേക്ക് അല്ല മഞ്ഞൾപ്പൊടിയിലേക്ക് വളരെ വേഗത്തിൽ കടന്നു ചെല്ലുകയും അതിൻ്റെ ഗുണങ്ങളെ വലിച്ചെടുക്കുകയും ചെയ്യും. ഇത് തന്നെ ഒരു ഗ്രീൻ ടീ ഉപയോഗിച്ചും വ്യക്തമാക്കി തരാം. ഇതുപോലെ തന്നെയാണ് മനുഷ്യന്റെ സെല്ലുകളിലേക്കും. നമ്മുടെ ഈ സാധാരണ വെള്ളത്തിന്റെ ക്ലസ്റ്റർ വലുതായതിനാൽ ശരീരത്തിലേക്ക് വേഗത്തിൽ അബ്സർവ് ആകില്ല. കങ്കൻ വാട്ടറിന്റെ മൈക്രോ ക്ലസ്റ്റർ ആയതുകൊണ്ട് ശരീരത്തിന്റെ സെല്ലുകളിലേക്ക് വളരെ വേഗത്തിൽ അബ്സർവ് ആകുകയും ഡീഹൈഡ്രേഷൻ സംബന്ധമായ പ്രോബ്ലംസിനെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താനും സാധിക്കും. എന്തിനാണ് കങ്കൻ വാട്ടർ? മൈക്രോ ക്ലസ്റ്ററിങ്ങും ആൻറ്റി ഓക്സിഡൻറ്റും റിച്ച് മിനറൽസും നാച്ചുറൽ അൽക്കലൈനിറ്റിയും ഉള്ള കങ്കൻ വാട്ടർ നിത്യേന ഉപയോഗിച്ചാൽ വെള്ളത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ നാച്ചുറൽ ഗുണങ്ങളും നമ്മുടെ ശരീരത്തിന് ലഭിക്കും. അതല്ല സാധാരണ വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെള്ളത്തിലൂടെ ശരീരത്തിന് കിട്ടേണ്ട നാച്ചുറൽ ഗുണങ്ങൾ ഒന്നും കിട്ടുകയില്ല. എന്ന് മാത്രമല്ല, ഇങ്ങനെ ഉണ്ടാകുന്ന ഡെഫിഷ്യൻസി ഓവർകം ചെയ്യാൻ സപ്ലിമെൻറ്റുകളെയോ കെമിക്കൽസുകളെയോ ടാബ്ലറ്റുകളെയോ നമുക്ക് ആശ്രയിക്കേണ്ടി വരും. തീരുമാനം നിങ്ങളുടേതാണ്. നാച്ചുറൽ ഗുണമുള്ള കങ്കൻ വാട്ടർ ഉപയോഗിക്കണോ അതോ ഗുണനിലവാരമില്ലാത്ത സാധാരണ വെള്ളം ഉപയോഗിക്കണോ എന്ന്. നിങ്ങൾക്ക് കങ്കൻ വാട്ടറിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ energy.com അല്ലെങ്കിൽ energy.co.in സെർച്ച് ചെയ്യുക. കങ്കൻ വാട്ടർ എന്നത് ജപ്പാനിലെ എനാർജി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന വെള്ളത്തിന്റെ ട്രേഡ് മാർക്കാണ്. എന്നാൽ കൂടി കങ്കൻ വാട്ടർ എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പല ലോക്കൽ കമ്പനികളുടെയും വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. ലോക്കൽ പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിക്കാരുടെ വാക്കുകളിൽ വിശ്വസിച്ച് നിങ്ങൾ വഞ്ചിതരാവരുത്. ലോക്കൽ കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വെള്ളത്തിന് കങ്കൻ വാട്ടറിന് സമാനമായ ഒരു ഗുണവും ലഭിക്കുന്നില്ല എന്നത് ഒരു വാസ്തവമാണ്.